MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ ഹൃദയസ്തംഭനമുണ്ടായെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലെന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി. നിക്ഷേപിച്ച പണം ഭാര്യയുടെ ചികിത്സയ്ക്കായി തിരിച്ചു കിട്ടാത്തതിനാൽ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ. കട്ടപ്പന കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയത് കട്ടപ്പന മുളങ്ങാശ്ശേരി സ്വദേശി സാബു. CPM ഭരിക്കുന്ന സൊസൈറ്റിയിലെ സെക്രട്ടറിയും ജീവനക്കാരുമാണ് മരണത്തിന് ഉത്തരവാദികളെന്ന് ആത്മഹത്യാക്കുറിപ്പ്. किसी भी तरह का धरना प्रदर्शन करना उचित नहीं है। आप सभी को इस विषय पर नियमों की अनुपालना करना सुनिश्चित करना पड़ेगा। मैं पुनः आग्रह करता हूं, इसको गंभीरता से लें और किसी भी स्थिति के अंदर. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഇന്നും പാർലമെന്റിന് പുറത്ത് ചേരി തിരിഞ്ഞ് ഭരണ പ്രതിപക്ഷ പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസുമായി BJP. FIR ഇട്ടതിന് പിന്നാലെ നടപടിയുമായി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ്. മന്ത്രിമാറ്റ നീക്കത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് AK ശശീന്ദ്രൻ. രാജിവെച്ചാലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കില്ല. എന്തിനാണ് നടക്കാത്തൊരു കാര്യം എന്നും ബോധ്യമായിട്ട് പോലും തോമസ് കെ തോമസിൻ്റെ മന്ത്രിയാകാനാണ് എന്ന ഒരു മറയെന്തിനായിരുന്നു? എന്തിനാണ് അദ്ദേഹത്തെ വെറുതെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ശരിയാണ്. അദ്ദേഹത്തെ വെറുതെ എന്തിനാണ് വിവാഹത്തിന് വിളിച്ചടച്ചത്? ശശീന്ദ്രനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് PC ചാക്കോ. മന്ത്രിമാറ്റ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് തോമസ് കെ തോമസ്. അഭിമന്യു വധക്കേസിൽ വിചാരണ തുടങ്ങാത്തതെന്ത്? നോട്ടീസ് അയച്ച് ഹൈക്കോടതി. ഇടപെടൽ അഭിമന്യുവിന്റെ അമ്മയുടെ ഹർജിയിൽ. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതി. ഷഫീഖ് വധശ്രമ കേസിൽ അച്ഛനും രണ്ടാനമ്മയും കുറ്റക്കാർ. ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും. തൊടുപുഴ കോടതി വിധി പറയുന്നത് സംഭവം നടന്ന് 11 വർഷത്തിന് ശേഷം. തമിഴ്നാട്ടിൽ തള്ളിയ മെഡിക്കൽ വേസ്റ്റ് കേരളം നീക്കം ചെയ്യും. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ തിരുനെൽവേലിയിൽ. മാലിന്യങ്ങൾ കൈമാറിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് സമാപനം വൈകിട്ട്. മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാര പ്രഖ്യാപനം അല്പസമയത്തിനകം. MT വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് MT ഇപ്പോൾ. ഹൃദയസ്തംഭനം ഉണ്ടായെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ MT വാസുദേവൻ നായരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നേരത്തെ 11:15 മണിക്കൊരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ ആവശ്യമാണെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നാടെമ്പാടുമുള്ള ജനങ്ങൾ വളരെ ഉത്കണ്ഠയോടുകൂടി എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുന്നതുകൊണ്ട് മറ്റു തരത്തിലുള്ള വാർത്തകളും അറിയിപ്പുകളും വരുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായ ഒരു അറിയിപ്പാണ് കൂടുതൽ പ്രസക്തമെന്ന് സൂചിപ്പിക്കേണ്ടത്. എന്നോട് പറഞ്ഞ് പ്ലസ് ഓർ മൈനസ് എന്തായാലും ആ മാറ്റം ഉണ്ടാകുമ്പോൾ മാറ്റം ജനങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും. അതെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിൻ്റെ മഹാനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും വഴിത്തിരിവ് സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടുള്ള പ്രതിപാദനനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ഇനിയും കേരളം കൊതിക്കുന്നുണ്ട്. അങ്ങനെ കൊതിക്കുന്നവരുടെ ആശിസ്സുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രത്യാശിക്കുന്നത്. മകളുണ്ടായിരുന്നു, മറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരോടും അവരും ഇവിടെ ലഭിക്കുന്ന ശുശ്രൂഷയെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ അവർക്കൊരു
പരാതിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് നേരത്തെ മുഹമ്മദ് റിയാസ് ഇവിടെ വന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ലഭിക്കുന്നത് എന്നാണ് അവരുടെ ഒരു പൊതുവെയുള്ള ഇത്. അവരോട് മിനിസ്റ്റർ സംസാരിച്ചല്ലോ, മോളോടും മറ്റുള്ളവരോടും സംസാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം വേഗം നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. പ്രാർത്ഥനയും ചികിത്സയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എം ടി വാസുദേവൻ നായരെ കണ്ടതിന് ശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി കേൾക്കാം. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. എം എൻ കാരശ്ശേരിയും എം ടി വാസുദേവൻ നായരെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ എം ടി ഐസിയുവിൽ കയറി കണ്ടു. അദ്ദേഹം ഈ പ്രാണവായുവിൻ്റെ ഒരു മുഖം മൂടി, ഓക്സിജൻ മാസ്ക് എന്ന് പറയും, അത് വെച്ചാൽ കിടക്കുന്നത്. കണ്ണ് അടച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചു, അദ്ദേഹം ഉറങ്ങുകയാണ്? അവർ പറഞ്ഞു ഉറങ്ങല്ല, ക്ഷീണുണ്ട്, വിളിച്ചോളൂ എന്ന്. അങ്ങനെ ഞാൻ വിളിച്ചോ മനസ്സിലായില്ലെന്ന് അറിയില്ല. അദ്ദേഹം കണ്ണു തുറന്നില്ല. പിന്നെ നഴ്സ് വന്ന് വിളിച്ചു, പിന്നെ ആൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴും അദ്ദേഹം കണ്ണു തുറന്നില്ല. ഞാൻ പിന്നെ ഒരു 4-5 മിനിറ്റ് അവിടെ നിന്നിട്ട് പോരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട എല്ലാ ആളും ഇവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലായത് വളരെ വളരെ സന്നിഗ്ധാവസ്ഥയിലാണ്, ക്രിട്ടിക്കലാണ്. വാസുദേവൻ നായർ മഹാഭാഗ്യവാനാണ്. വാസുദേവൻ നായർ അത്രയും ഭാഗ്യമുള്ളൊരു എഴുത്തുകാരൻ എൻ്റെ ധാരണയിൽ ഈ ഭാഷയിൽ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിലും, എഴുത്തിൻ്റെ കാര്യത്തിൽ, സിനിമയുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, പത്രപ്രവർത്തനത്തിൽ, സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ വളരെ ഭാഗ്യവാനായൊരു മനുഷ്യൻ. പ്രസംഗം തൻ്റെ ഒരു ആവിഷ്കാര മാധ്യമമാണെന്ന് എം ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമാണ്. എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ മുന്നിൽ നിന്ന്. അനീഷ്, എന്തായാലും ആ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കുകയാണല്ലോ. എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? ഇപ്പോൾ 2 മന്ത്രിമാർ വന്നിട്ടുണ്ട്, ഇനിയും ആളുകൾ അങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം? തീർച്ചയായും മഞ്ജുഷ, അതീവ ഗുരുതരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തുടരുകയാണ്. നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, എം ഡിയെ കാണാൻ അവരുടെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്താനൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. നേരത്തെ 2 മന്ത്രിമാർ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ തന്നെയാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നതെന്നാണ് കുടുംബം നേരത്തെ മന്ത്രി എ കെ ശശീന്ദ്രനോട് പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി അടക്കം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ മന്ത്രി റിയാസ് എത്തിയപ്പോൾ അവർ ചോദിച്ചിരുന്നു ഏത് തരത്തിലുള്ള ചികിത്സ വേണമെങ്കിലും എം ഡിക്ക് ലഭ്യമാക്കാം എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ചികിത്സാ സംവിധാനങ്ങളിൽ കുടുംബം തൃപ്തരാണ്. അതുകൊണ്ട് നിലവിൽ ചികിത്സ തുടരുക തന്നെയാണ്. കഴിഞ്ഞ 15-നാണ് അദ്ദേഹത്തെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതലായി വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടായി. ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ വളരെ താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നീട് ഓക്സിജൻ സഹായം അദ്ദേഹത്തിന് നൽകാൻ തുടങ്ങിയിരുന്നു. ഒപ്പം മറ്റ് നെഞ്ചിന് വീക്കം പോലുള്ള മറ്റു ചില പ്രശ്നങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പൾസ് നിരക്ക് സാധാരണഗതിയിലാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഈ കൃത്രിമ ശ്വാസം നൽകുന്നതുകൊണ്ടാണ്. വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം നടത്തുന്നതിനുള്ള ഒരു നീക്കം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും കുടുംബം അത്തരം യന്ത്രങ്ങളുടെ സഹായം തൽക്കാലം വേണ്ട എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസ്ക് വെന്റിലേറ്ററാണ് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ മരുന്നുകൾ സാധ്യമായ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് ഡോക്ടർമാർ എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ കടന്നിരിക്കുന്നത്. മഞ്ജു, ശരി. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ അവസാനം വന്നപ്പോൾ അതിൽ പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനം നൊന്ത് കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ തൂങ്ങി മരണം. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ തുക തിരികെ ചോദിക്കാനെത്തിയ തന്നോട് ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന് സാബു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ബാങ്കിന് മുന്നിലെ കാർഷെഡിൽ കയറിൽ തൂങ്ങിയ നിലയിലാണ് രാവിലെ സാബുവിനെ കണ്ടത്. നിക്ഷേപത്തുക തിരിച്ചു കിട്ടാത്തതിൽ മനം നൊന്താണ് ആത്മഹത്യ.
20 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സാബുവിനുണ്ടായിരുന്നത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പലതവണ പണം ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചു. പണം കിട്ടിയില്ല. ഒടുവിലെത്തിയപ്പോൾ ജീവനക്കാർ തന്നെ അധിക്ഷേപിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇനി CPM-ന്റെ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഭരണം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കോടിക്കണക്കിന് രൂപ കട്ടപ്പനയിലെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട്. ഓരോ തവണ ചെല്ലുമ്പോൾ അവധി പറയാണ്. ചില ഘട്ടത്തിൽ അവധി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും. കട്ടപ്പനയിൽ തന്നെ ചെറുകിട വ്യാപാരം നടത്തുകയായിരുന്നു സാബു. നിക്ഷേപകന്റെ ആത്മഹത്യയെ തുടർന്ന് ബാങ്കിന് മുന്നിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ സംഘടിച്ചെത്തി. ഈ നാട്ടിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സാമ്പത്തികം മുഴുവനുമായി തന്നെ CPM നേതാക്കന്മാർ ഇവിടുന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് വഴി അടിച്ചുവിട്ടുപോകുന്ന ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലായ ബാങ്ക് UDF-ൽ നിന്നും 3 വർഷം മുൻപാണ് CPM പിടിച്ചത്. അതിനകത്ത് ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കുറ്റവാളികളായ ആരുടെങ്കിലും എന്റെ ഭാഗത്തിന് ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ മറ്റാരുടെയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിയമപരമായി പോലീസ് അന്വേഷിച്ചതിന് ആവശ്യം നടപടിയെടുക്കട്ടെ. തീർച്ചയായിട്ടും ആ കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. അതിന്റെ അന്വേഷണം നടത്തിയതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രമേ CPM-ന് അഭിപ്രായമുള്ളൂ ഇക്കാര്യത്തിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. സഹകരണ മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പരിപാടി ഇടുക്കിയിൽ നടക്കുന്നതിനിടെയാണ് നിക്ഷേപകന്റെ ആത്മഹത്യയുണ്ടാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കാരണം NCP സംസ്ഥാന ഘടകം പിളർപ്പിന്റെ വക്കിലായി. തനിക്കെതിരെ യോഗം വിളിച്ച PC ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കത്തിലാണ് മന്ത്രി AK ശശീന്ദ്രനും ഒരുങ്ങുന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ലെന്ന് ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ചില കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറേ പരാതികൾ, സംശയാസ്പദമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട് എന്ന നിലപാട് മാത്രമേ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളൂ. AK ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രിക്കും CPM-നും താൽപ്പര്യമില്ലെന്ന് ശശീന്ദ്രൻ പരസ്യമാക്കി. ഒപ്പം തനിക്കെതിരെ PC ചാക്കോ യോഗം വിളിച്ചതിലും ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തർക്കവും ചർച്ചയും പോരാട്ടവും നടത്തുന്നതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ചാണ് പാർട്ടി അണികൾ, സമൂഹം ചിന്തിക്കുന്നത്. പിന്നെയും ചർച്ചകളും കൂടിയാലോചനകളും പ്രസ്താവനകളും വാർത്തകളും വരുത്തുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. NCP സംസ്ഥാന നേതൃത്വം പിളർപ്പിന്റെ വക്കിലാണ്. ചാക്കോ വിഭാഗത്തിനെതിരെ ബദൽ യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുകയാണ് ശശീന്ദ്രൻ വിഭാഗം. ഇന്ന് തൃശൂരിൽ യോഗം ചേരാനിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവെച്ചു. CPM നേതൃത്വവും മുഖ്യമന്ത്രിയും നൽകുന്ന പിന്തുണയാണ് ശശീന്ദ്രന്റെ ധൈര്യം. അതേസമയം കാത്തിരിക്കുമെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ടെന്നില്ല വിഷയമായിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടും. അത് അവർ തന്നെ സംസാരിച്ച് അതിൻ്റെ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാരണം പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും ഭരണ പ്രതിപക്ഷ ബഹളത്തിന് മാറ്റമുണ്ടായില്ല. അംബേദ്കർ വിരുദ്ധ പരാമർശം നടത്തിയെന്ന പേരിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളം. किसी भी चर्चा से डरती है. अब ये जानते हैं कि इन्होंने जो किया, इनकी असली भावना निकल आई है. जो अम्बेडकर जी के प्रति इनकी असली भावना है वो निकल आई है, क्योंकि ये इस मुद्दे से जुड़ा पूरे देश का हित है. हमारा संविधान अम्बेडकर जी की देन है और इस देश की जनता की देन है और हमारी आजादी की लड़ाई की देन है, और उनका इस तरह से अपमान हिंदुस्तान नहीं सहेगा. അതേസമയം 2 MP-മാരെ മർദ്ദിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് R. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും അംബേദ്കർ വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണല്ലോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കുവാൻ ഇപ്പോൾ BJP-ക്കും സഖ്യകക്ഷികൾക്കും കഴിയുന്നുണ്ട്? മഞ്ജുഷ, ഈ സമ്മേളനം തുടങ്ങിയ സമയം മുതൽ തന്നെ അദാനി വിഷയത്തിലും സംഭാൽ വിഷയത്തിലുമൊക്കെ പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയെങ്കിലും യഥാർത്ഥത്തിൽ അവസാന നിമിഷം വന്ന അംബേദ്കർ വിരുദ്ധ പരാമർശത്തിലാണ് വല്ലാതെ അതുവരെ ഉണ്ടായിരുന്ന ഒരു തീവ്രതയിൽ നിന്നും മറിച്ച്
കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു തീവ്രതയിലേക്കൊക്കെ വിഷയം മാറിയത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ തന്നെ ശക്തമായി തന്നെ രംഗത്ത് വന്നു. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശമായിരുന്നു. അമിത്ഷാ പറഞ്ഞത് പാർലമെന്റിൽ കോൺഗ്രസ് നിരന്തരം അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. അംബേദ്കർ അംബേദ്കർ എന്ന് ആവർത്തിച്ചു പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചിരുന്നുവെങ്കിൽ സ്വർഗം കിട്ടിയേനെ എന്നാണ് പറയുന്നത്. ഇതേ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കിയത്. അതോടുകൂടി ഇന്ത്യ മുന്നണി അദാനി വിഷയത്തിൽ ഭിന്നിച്ചു നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ SP അടക്കം ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുകയും ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്നലെ അത്യന്തം അസാധാരണവും ഇന്ത്യൻ പാർലമെന്റിനും ജനാധിപത്യത്തിനും നാണക്കേടായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത്. 2 MPമാർ അവരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മർദ്ദിച്ചു എന്ന പരാതിയുമായി പുറത്തു വന്ന് ഒരാളുടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും RML ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരു വനിതാ MP അവരുടെ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പെരുമാറിയെന്ന പരാതിയുമായി രാജ്യസഭയിൽ തന്നെ ഉന്നയിച്ചു. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ പാർലമെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഭരണപക്ഷം പ്രതിഷേധം ഉയർത്തിയത്. പ്രതിപക്ഷമാവട്ടെ മറിച്ച് അമിത്ഷാ മാപ്പ് പറയണമെന്നും അതോടൊപ്പം തന്നെ അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിന് പുറത്തുനിന്ന് വിജയ് ചൗക്കിൽ നിന്ന് പ്രതിഷേധ പ്രകടനമായിട്ടാണ് പാർലമെന്റിലേക്ക് എത്തിയത്. പാർലമെന്റ് 11 മണിക്ക് ആരംഭിച്ച ഇരുസഭകളും 1 മിനിറ്റിനുള്ളിൽ തന്നെ പിരിയേണ്ടി വന്നു. വീണ്ടും 12 മണിക്ക് സഭ ചേർന്നെങ്കിലും സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം നേരത്തെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരുന്നു. ആ സംയുക്ത പാർലമെന്ററി സമിതിയെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ബില്ലുകളും ഈ ബഹളത്തിനിടയിൽ തന്നെ പാസ്സാക്കിയിട്ടുമുണ്ട്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ജയ്പൂർ അജ്മീർ ഹൈവേയിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ചു. 35ഓളം പേർക്ക് പരുക്കേറ്റു. ഇതിൽ 25ഓളം പേർ ICUവിലാണ്. പുലർച്ചെ ബാങ്കോട്ടയിലെ പെട്രോൾ പമ്പിന് മുൻപിലാണ് അപകടമുണ്ടായത്. രാസവസ്തു നിറച്ച ട്രക്കാണ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചത്. 40ഓളം വാഹനങ്ങൾ കത്തിയമർന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പരുക്കേറ്റവരെ ആശുപത്രികളിൽ സന്ദർശിച്ചു. കുമളിയിലെ ഷെഫീഖ് വധശ്രമ കേസിൽ പ്രതികൾ കുറ്റക്കാർ. രണ്ടാനമ്മയും പിതാവുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. ഷെരീഫിന്റെ 2ാം ഭാര്യ അനീഷ ഷെഫീഖിനെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നാണ് കേസ്. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം, ക്രൂരമായി മുറിവേൽപ്പിക്കൽ, കുട്ടികൾക്കെതിരായുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. 2013 ജൂലൈ 15-നായിരുന്നു സംഭവം. 11 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത്. തിരുനെൽവേലിയിൽ തള്ളിയ മെഡിക്കൽ മാലിന്യങ്ങൾ കേരളം നീക്കം ചെയ്യും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം തിരുനെൽവേലിയിൽ എത്തിയിട്ടുണ്ട്. ആശുപത്രി മാലിന്യങ്ങൾ ഏറ്റെടുത്ത ഒരു സ്ഥാപനത്തിന് അതിനുള്ള ലൈസൻസ് ഇല്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേരളത്തിലെ മെഡിക്കൽ മാലിന്യങ്ങളും രോഗികളുടെ ചികിത്സാ വിവരങ്ങളും നടുകല്ലൂരിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിക്ഷേപിച്ച സംഭവത്തിൽ ഇന്നലെയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇടപെട്ടത്. 3 ദിവസത്തിനകം മാലിന്യം മാറ്റാനും അല്ലെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും ആയിരുന്നു സംസ്ഥാനത്തിന് നിർദ്ദേശം. തുടർന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്, നഗരസഭ, പാലക്കാട് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നിവയുടെ പ്രതിനിധികൾ തിരുനെൽവേലിയിലേക്ക് പോയത്. മാലിന്യം നീക്കം ചെയ്യാമെന്ന് സംസ്ഥാനം തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ ഹരിത ട്രിബ്യൂണലിനെയും ഇക്കാര്യം ബോധിപ്പിക്കും. മാലിന്യം തള്ളിയ സംഭവത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിലായിട്ടുണ്ട്. സുത്തമല്ലി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഏജൻസിക്ക് മാലിന്യം കൈമാറിയ സംസ്ഥാനത്തെ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതിയിലാണ് ആന്റണി രാജു ഹാജരായത്. കേസിന്റെ വിചാരണ പുനരാരംഭിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കോടതി ഇന്ന് കേസ് പരിഗണിച്ചത്. അഭിമന്യു കൊലക്കേസിൽ കുറ്റപത്രം നൽകി 6 വർഷം കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങാത്തത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണ് നിർദ്ദേശം നൽകിയത്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിലാണ് ഈ ഇടപെടൽ. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് മതിയായ കാരണങ്ങൾ ഇല്ലാതെ ഉള്ളതാണെന്ന് സുപ്രീം കോടതി. NIAയുടെ അപ്പീലിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. കോതമംഗലത്ത് 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പിടിയിലായ രണ്ടാനമ്മയെ തെളിവെടുപ്പിനെത്തിച്ചു. കുട്ടിയെ തുടർന്നുള്ള ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്നാണ് അനീഷയുടെ കുറ്റസമ്മതം. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
UP സ്വദേശിനി 6 വയസ്സുകാരി മുസ്കാനെ ഇന്നലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഭക്ഷണം കഴിച്ചു കിടന്ന കുട്ടി ഉണർന്നില്ലെന്നായിരുന്നു കുടുംബം പോലീസിന് മൊഴി നൽകിയത്. വിശദമായ പരിശോധനയിൽ കൊലപാതകമെന്ന സംശയമുണ്ടായി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ രണ്ടാനമ്മയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞു. തുടർന്നുള്ള ജീവിതത്തിൽ കുട്ടി തടസ്സമാകുമെന്ന് കരുതിയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഈ സമയം കുട്ടിയുടെ പിതാവ് അജാസ് ഖാൻ വീട്ടിലുണ്ടായിരുന്നില്ല. സംഭവത്തിന് പിന്നിൽ ദുർമന്ത്രവാദം നടന്നുവെന്ന ആക്ഷേപങ്ങളും പോലീസ് തള്ളി. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്നാണ് നിഗമനം. പ്രതി അജിഷയെ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. ന്യൂസ് 18 കോതമംഗലം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയിലെ ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പുതല നടപടി വൈകുകയാണ്. കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയിട്ട് 1 മാസമായി. ഇപ്പോഴും ആരോപണ വിധേയ തൽസ്ഥാനങ്ങളിൽ തുടരുകയാണ്. തൃശൂർ ജില്ലയിലെ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൗച്ചറുകളും ബില്ലുകളുമുണ്ടാക്കി വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നവംബർ 16-ാം തീയതി ഉത്തരവിറക്കിയത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലാ VFPCK ഡെപ്യൂട്ടി മാനേജർ ബബിതയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അടിയന്തര നടപടി സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം. വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ VFPCK ആസ്ഥാനത്തും അനുബന്ധ സ്ഥാപനങ്ങളിലും വർഷങ്ങളായി തുടർച്ചയായി ജോലി ചെയ്തു വരുന്ന ഡെപ്യൂട്ടി മാനേജർ ഇൻചാർജ് ജോജി കെ മാത്യൂസ്, കൃഷി ബിസിനസ് കേന്ദ്ര ഡെപ്യൂട്ടി മാനേജർ സുനിൽ പോൾ, മാനേജർ ഇൻചാർജ് TS പ്രവീൺ തുടങ്ങിയവരെ VFPCKയുടെ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനും ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവുകൾ ലംഘിച്ചതിന് പുറമെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ VFPCK ഡെപ്യൂട്ടി മാനേജർ അനിൽകുമാറിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. ഉത്തരവിറങ്ങി 1 മാസം പിന്നിടുമ്പോഴും ആരോപണ വിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നത് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നാണെന്ന ആരോപണമാണ് ഉയരുന്നത്. അതേസമയം ഇവർക്കെതിരെ നടപടി ഉടനുണ്ടാകുമെന്നാണ് VFPCK ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെ DGP ആക്കുന്നതിനെ ന്യായീകരിച്ച് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങളുടെ പേരിൽ മാത്രം ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ല. CPIയുടെ ആവശ്യമനുസരിച്ചാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടല്ല, വന്നിടത്തുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നിലപാടൊന്നുമില്ല. ഇനിയിപ്പം വിജിലൻസ് സാമ്പത്തിക കുറ്റമൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്തെങ്കിലും വേണ്ടേ, തെളിവ് വേണ്ടേ? മുന്നണി വളരെ ഭദ്രമാണ്. മുന്നണിയിൽ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും മുന്നണിയിൽ ആലോചിക്കുന്നു. ഇത് ദൈനംദിന ഭരണ നടപടിയുടെ ഭാഗമാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ക്യാബിനറ്റും ഭാഗമാണ്. നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കേണ്ടത് ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. ആരോപണങ്ങളെക്കുറിച്ച് പരിശോധന നടക്കണം. ആ പരിശോധന നടത്തിയിട്ട് തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കണം. ഇങ്ങനെയൊരു നിലപാടാണ് നമ്മൾ പൊതുവെടുക്കുന്നത്. ആ നിലപാടിനോടാണ് CPIയും യോജിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് തന്നെയാണ് അതൊക്കെ ഒരു മുന്നണിക്ക് അടുത്തൊരു തീരുമാനം ഉണ്ടാക്കി മാറ്റിയതല്ല. ഈ ആവശ്യങ്ങളെല്ലാം പരിശോധിച്ച് ഗവൺമെന്റ് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത്. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി V. ജോയ് തുടരും. ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരുകയാണ്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകി കമ്മിറ്റിക്ക് യുവത്വം നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് വയസ്സായി എന്നും മാറ്റം വേണമെന്നുമുള്ള മുറവിളി ശക്തമാണ്. ജില്ലാ സെക്രട്ടറി പുതുമുഖമാണെങ്കിലും കമ്മിറ്റിയിൽ ഏറിയ പങ്കും പതിറ്റാണ്ടുകളായി തുടരുന്നവരാണ്. ഒരുപറ്റം യുവാക്കൾ അവസരം കാത്തു നിൽക്കുന്നു. ആരൊക്കെ വഴിമാറുമെന്നും ആർക്കൊക്കെ വഴി തുറക്കുമെന്നതുമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുക. BP മുരളി, KC വിക്രമൻ, പുത്തൻകട വിജയൻ, V. ജയപ്രകാശ്, C. അജയകുമാർ, N. രതീന്ദ്രൻ, R. രാമചന്ദ്രൻ നായർ, G. സുഗുണൻ. പ്രായപരിധി നിബന്ധനാ ഭീഷണി ഉയർത്തുന്നവരും അനാരോഗ്യം അലട്ടുന്നവരുമായി വലിയൊരു നിരയുണ്ട് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനാവൂർ നാഗപ്പനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. സംസ്ഥാന സമിതി അംഗം A. റഹീമിന്റെയും ഒഴിവ് വരും. 3 ടേം ഏരിയ സെക്രട്ടറിമാരായിരുന്ന പാളയത്തെ പ്രസന്നനും വിതുരയിലെ ഷൗക്കത്തലിയും ജില്ലാ കമ്മിറ്റിയിലേക്ക് ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. MLA മാരായ VK പ്രശാന്ത്, G. സ്റ്റീഫൻ, OS അംബിക എന്നിവരും ജില്ലാ കമ്മിറ്റിയിലില്ല.
ഏരിയ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്താനാകാത്തത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലാ കമ്മിറ്റിയുടെ ന്യൂനതയായി ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ ഭാരവാഹികളായിരുന്ന വട്ടപ്പാറ ബിജു, ആറ്റിങ്ങൽ പ്രദീപ്, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനൂപ്, മഹിളാ അസോസിയേഷൻ നേതാവ് ഷീജ തുടങ്ങിയവരും അവസരം കാത്തിരിക്കുന്നു. 40 വയസ്സിൽ താഴെ പ്രായമുള്ള യുവതി എന്ന പരിഗണനയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റിയിലെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനും സാധ്യത ഏറെയാണ്. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളെയും യുവാക്കളെയും പരമാവധി കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. അത്തരത്തിലുള്ളവരുടെ വലിയൊരു നിര ഉണ്ടെങ്കിലും മുതിർന്നവർ ഒഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് അവസരം ലഭിക്കൂ എന്ന സ്ഥിതിയാണ് ജില്ലയിലെ CPM-ൽ. 3 ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തതും ഏരിയ സെക്രട്ടറി തന്നെ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോയതും ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടായി എടുത്തുകാട്ടി വിമർശനങ്ങൾ ഉണ്ടാകും. ജില്ലയിൽ നിന്നുള്ള MLA-മാരുടെയും നഗരഭരണത്തിന്റെയും ഇഴകീറി പരിശോധനയും ഉറപ്പാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും. ന്യൂസ് 18 തിരുവനന്തപുരം. രാമക്ഷേത്രം ഒരു വികാരമായിരുന്നുവെന്നും എല്ലായിടത്തും ഇത് ഉദാഹരണമാക്കേണ്ടെന്നും RSS തലവൻ മോഹൻ ഭഗവത്. കൂടുതൽ ഇടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം ഉണ്ടാകരുത്. ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ല. പൂനെയിൽ ഹിന്ദു മഹോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭഗവത്. ക്രിസ്മസ് ന്യൂ ഇയർ തിരക്കിനിടെ കൊച്ചുവേളി മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കി. 26, 28 തീയതികളിൽ കൊച്ചുവേളിയിലേക്കുള്ള സർവീസും 27, 29 തീയതികളിൽ മംഗളൂരുവിലേക്കുള്ള സർവീസുമാണ് റദ്ദാക്കിയത്. 100-ന് മുകളിൽ പേർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന സർവീസാണ് റദ്ദാക്കിയത്. മംഗളൂരുവിൽ നിന്ന് തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന സർവീസാണിത്. അവധിക്കാല തിരക്ക് കാരണം ടിക്കറ്റ് കിട്ടാനില്ലാത്ത സമയത്ത് ട്രെയിൻ റദ്ദാക്കാനുള്ള തീരുമാനം യാത്രക്കാരെ വലയ്ക്കുകയാണ്. സ്വീവേജ് ടാങ്കിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന മലിനജലത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റ് നിവാസികൾ. ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫ്ളാറ്റിലെ 100-ലധികം കുടുംബങ്ങൾ. വൈറ്റില കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റ് ഫ്ളാറ്റ് നിവാസികളുടെ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഫ്ളാറ്റ് നിർമ്മിച്ച ശ്വാസ് ഹോംസ് ബിൽഡേഴ്സ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശവും നിയമപരമായ മറ്റ് രേഖകളും അസോസിയേഷന് ഇതുവരെയും കൈമാറിയിട്ടില്ല. മലിനജലം നിറഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രമാണ് സീവേജ് ടാങ്ക് വൃത്തിയാക്കിയത്. എന്നാൽ ഈ മലിനജലം ഒഴുക്കിക്കളഞ്ഞതാകട്ടെ തൊട്ടടുത്ത തോട്ടിലേക്ക്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പമ്പിംഗ് നിർത്തിവെച്ചു. ബലമോ ഈ കാണുന്നത്. വൈകുന്നേരമായാൽ ഫ്ളാറ്റ് നിവാസികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 2011 മുതൽ ഫ്ളാറ്റ് അസോസിയേഷൻ നിർമ്മാണ കമ്പനിക്കെതിരെ നടത്തുന്ന നിയമ പോരാട്ടം തുടരുകയാണ്. അതിനിടെ അശാസ്ത്രീയമായ സീവേജ് നിർമ്മാണത്തിന് മുനിസിപ്പാലിറ്റി കമ്പനി നിർമ്മാതാവിന് 1 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. കമ്പനിയാകട്ടെ ഇത് കണ്ടില്ലെന്ന മട്ടാണ്. തോട്ടിലുണ്ടായിരുന്നപ്പോൾ ഒഴുക്കുണ്ടായിരുന്നു, വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നു, അത് ഒഴുകി പോകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒഴുകാതെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്ന് ഈ സാധനം ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഗ്രൗണ്ടിൽ വലിഞ്ഞു പോകുന്നതുകൊണ്ട് രണ്ടു കൂട്ടരും ഇപ്പോൾ ഫേസ് 2-ലാണെങ്കിലും ഫേസ് 1-ലാണെങ്കിലും ഞങ്ങൾ ബോർവെല്ലിനെ ആശ്രയിച്ച് ആണ് നമ്മുടെ വെള്ളം ഇത് ചെയ്യുന്നത്. എല്ലാത്തിലും ഈ കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും. ഇപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യമായിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ അവർ സേഫ്റ്റി. ആദ്യത്തെ ഫ്ളാറ്റിന് പുറമെ ഈ ഭാഗത്ത് മറ്റൊരു ഫ്ളാറ്റ് കൂടി നിർമ്മിച്ചു. എന്നാൽ ഇതിൽ നിയമവിരുദ്ധമായ നടപടികൾ നടത്തിയെന്നാണ് ഫ്ളാറ്റ് നിവാസികളുടെ ആരോപണം. 2 ഫ്ളാറ്റുകൾക്കും കൂടി പൊതുവായ സ്വീവേജ് ടാങ്കാണ് നിർമ്മിച്ചത്. ഇതോടെ ടാങ്ക് നിറഞ്ഞു കവിയാൻ തുടങ്ങി. പലതവണ പരാതി പറഞ്ഞിട്ടും കമ്പനി ഉടമ ഭീഷണിപ്പെടുത്തിയെന്നും ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കലാഭവൻ മണി ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് 18. ഭവ്യ പാർവതിയാണ് മികച്ച വാർത്താ അവതാരക. ന്യൂസ് 18 സംപ്രേഷണം ചെയ്യുന്ന ക്രൈം പ്രോഗ്രാമായ പോലീസ് പട്രോളിന്റെ അവതാരകൻ ടോം കുര്യാക്കോസും അവാർഡിന് അർഹനായി. മികച്ച അഭിമുഖ പരിപാടിയായി അപർണ കുറുപ്പ് അവതരിപ്പിക്കുന്ന Q18 തിരഞ്ഞെടുക്കപ്പെട്ടു. ജനുവരി 1-ന് കലാഭവൻ മണിയുടെ 54-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങലിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സിനിമാ പ്രേമികളുടെ ഉത്സവത്തിന് ഇന്ന് കൊടിയിറക്കമാണ്. 29ാമത് IFFKയ്ക്ക് തിരശ്ശീല വീഴാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സിനിമാ പ്രേമികളുടെ വലിയ തിരക്കാണ് തലസ്ഥാന നഗരിയിൽ. അവസാന ദിനത്തിൽ 11 സിനിമകളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. സുവർണ ചകോരം നേടുന്ന ചിത്രത്തിന്റെ പ്രദർശനവും ഇന്ന് നിശാഗന്ധിയിൽ ഉണ്ടാകും. അവാർഡുകൾ കരസ്ഥമാക്കുന്ന ചിത്രങ്ങളും ഇന്നറിയാം. സമാപന സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഷെഡ്യൂളായി 25 വേദികളിലാണ് കലോത്സവം. രാവിലെ 9:30 മത്സരം തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 63ാമത് കേരള സ്കൂൾ കലോത്സവം 2025 ജനുവരി മാസം 4 മുതൽ 8 വരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വേദികളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 101, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 110, സംസ്കൃതോത്സവത്തിൽ 19, അറബിക് കലോത്സവത്തിൽ 19 ഇനങ്ങളിലായി ആകെ 249 ഇനങ്ങളിലായി 15,000-ൽ പരം കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. നഗരത്തിലെ 30ഓളം സ്കൂളുകളെ അക്കോമഡേഷൻ സെന്ററുകളായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകം തന്നെ വിവിധ കമ്മിറ്റികളുടെ യോഗങ്ങൾ എല്ലാം ചേർന്നിരുന്നു. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി 5 ഗോത്ര നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിൽ മത്സര ഇനങ്ങളായി വരികയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,030, പവന് 56,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,815, പവന് 46,520. വെള്ളി ഗ്രാമിന് 94, കിലോയ്ക്ക് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും. MT